ഇന്ന് നമുക്ക് കാടമുട്ട കൊണ്ടൊരു കറി തയ്യാറാക്കാം. കുട്ടികൾക്ക് വരെ വളരെ ഇഷ്ടപ്പെടുന്ന രുചികരമായ കാടമുട്ടക്കറി. ഞാൻ ചെറിയ ഉള്ളി കുറച്ചെടുത്തിട്ടുണ്ട്, ഒരു സവാള എടുത്തിട്ടുണ്ട്, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി കൂടെ ചേർക്കുമ്പോഴാണ് കറിക്ക് സ്വാദ് കൂടുന്നത്. കുറച്ച് അണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്ത് തേങ്ങാപ്പാലിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഒരു പാനടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത്. ഇഞ്ചിയും പച്ചമുളകും ഒന്ന് വഴറ്റിയതിന് ശേഷം സവാള ചേർത്ത് കൊടുത്തു. കൂടി ചേർത്ത് വഴറ്റുമ്പോൾ സവാള പെട്ടെന്ന് വഴഞ്ഞു വരും. സവാള വഴഞ്ഞതിന് ശേഷം പൊടികൾ നല്ലവണ്ണം വഴഞ്ഞതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ പിരിയൻ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ കറി മസാല ഇത്രയും ചേർത്ത് കൊടുത്ത് പൊടികളുടെ പച്ച ചുവ മാറുന്നത് വരെ നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം മുട്ട കൂടെ ചേർത്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റി അതിനുശേഷം ഞാൻ വെളുത്തുള്ളി ചേർക്കില്ല, മുട്ടയ്ക്ക് ഞാൻ വെളുത്തുള്ളി ചേർക്കില്ല. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലും അണ്ടിപ്പരിപ്പും കൂടെ, കുതിർത്ത അണ്ടിപ്പരിപ്പും കൂടെ മിക്സിയിലെ ചെറിയ ജാറിൽ അരച്ചെടുത്ത് തേങ്ങാപ്പാൽ, അണ്ടിപ്പരിപ്പ്. ഇനി ഇത് നല്ലവണ്ണം തിളച്ച് ഒന്ന് കുറുകി വരട്ടെ. സൂപ്പർ ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റ്. ഉപ്പൊക്കെ പാകത്തിനാണ്. ആയിട്ടുണ്ടോ എന്ന് നമുക്ക് തുറന്ന് നോക്കാം. ആയിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ പറ്റിയ കോമ്പിനേഷനാണ്. അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. അവസാനമായി മേമ്പൊടിക്ക് നല്ല ഫ്രഷ് കറിവേപ്പില. ഓക്കെ, ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കേ.